ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ ഇൻവെർട്ടർ ഫ്രിഡ്ജിൻ്റെ PC ബോർഡ് കംപ്ലൈൻ്റ് ആയാൽ അഥവാ കംപ്ലൈൻ്റ് ആവാനുള്ള കാരണങ്ങളാണ് പറയാൻ പോകുന്നത്. ഇന്ന് ഞങ്ങൾ ഒരു കംപ്ലൈൻറ്റ് നോക്കാൻ പോയിരുന്നു. അതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ PC ബോർഡ് ഷോർട്ടായിട്ടായിരുന്നു. പക്ഷേ ഷോർട്ടാവാനുള്ള കാരണം അതിൽ ഉറുമ്പ് കൂടിയിട്ടുണ്ട്. എപ്പോഴും നമ്മുടെ ഫ്രിഡ്ജിനടുത്ത് ഉറുമ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ ലിക്വിഡ് പോലത്തെ സ്പ്രേ ഒന്നും ഒരിക്കലും അടിക്കരുത്, കാരണം അത് ഷോർട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ബോർഡ് നശിപ്പിച്ച് അതിലേക്ക് വരുന്ന നമ്മുടെ കേബിൾ ഉണ്ടല്ലോ, അതിൻ്റെ ഇൻസുലേഷനൊക്കെ കടിച്ചിട്ട് ഇൻസുലേഷൻ പോയിൻ്റായിരുന്നു. എന്നിട്ട് പിന്നെ ഫുൾ കവർ ചെയ്തിട്ട് ഇൻസുലേഷൻ ടാപ്പൊക്കെ ചുറ്റിയിട്ടാണ് പിന്നീട് നമ്മൾ ഓണാക്കുന്നത്. ഓൾറെഡി ഇത് പറയാൻ കാരണം, അങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് നമ്മുടെ PC ബോർഡ് കംപ്ലൈൻ്റ് ആവും. PC ബോർഡ് കംപ്ലൈൻ്റ് ആയാൽ ചില PC ബോർഡ് മാത്രമേ ഫ്രിഡ്ജിൻ്റെ അത് റിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ, ചിലത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ PC ബോർഡ് വാങ്ങേണ്ടതായിട്ട് വരും. ഇനിയിപ്പോൾ അത് നമ്മുടെ AC PC ബോർഡ് പോലെ പെട്ടെന്ന് ചിലപ്പോൾ നമുക്കത് കിട്ടിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ 1, 2, 3 ആഴ്ച വരെ നമ്മളത് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഫ്രിഡ്ജിനടുത്ത് എപ്പോഴും ഉറുമ്പോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കൂട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മൾ ഒന്ന് അതിന് തട്ടിക്കളയുക, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അവിടെ ക്ലീൻ ആക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ചിലപ്പോൾ ഫ്രിഡ്ജ് ഫുൾ ടൈം ഓൺ ആയിരിക്കും. നിങ്ങൾക്കത് തൊടാൻ പേടിയാണെങ്കിൽ ആ സ്ഥലത്തൊന്നും നിങ്ങൾ തൊടണമെന്നില്ല. പക്ഷേ എപ്പോഴും ഇങ്ങനത്തെ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫ്രിഡ്ജിനടുത്തുണ്ടോ എന്ന് കൂടി നോക്കുക. അതേപോലെ തന്നെ എലി ശല്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഞാനീ പറഞ്ഞ പോലെ തന്നെ എലിയും ബാക്കിൽ കയറിയാൽ നമ്മൾ ഈ വയർ കട്ടാക്കും. അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലുമൊക്കെ ആയാൽ ജസ്റ്റ് വെള്ളം ആയാൽ മതി നമ്മുടെ PC ബോർഡിലേക്ക്, ഉറപ്പായിട്ട് നമ്മുടെ PC ബോർഡ് ഷോർട്ടാവും. സംഭവം അത് ഫുള്ള് കവർക്ക് ചെയ്തിട്ടാണ് ബോക്സ് ഉള്ളത്. പക്ഷേ എന്നിട്ടും ഉറുമ്പ് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അത് കൂടൊക്കെ കൂട്ടിയത് കാരണം തന്നെ അതിൻ്റെ ഈ പൊടികളൊക്കെ വന്നിട്ട് പിന്നെ ഉറുമ്പ് കയറിയപ്പോൾ തന്നെ സാധനം ഷോർട്ടായിട്ടുണ്ടാവും. അങ്ങനെയാണ് ഈ PC ബോർഡ് നശിച്ചത്. ഇപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ PC ബോർഡ് റിപ്പയർ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല. എന്നിട്ട് നമ്മൾ പുതിയ PC ബോർഡ് വെക്കുകയാണ് ചെയ്തത്. അത് ഈ PC ബോർഡ് മാറ്റാൻ വന്നപ്പോൾ അതേപോലെയായിരുന്നു. പിന്നെ വന്ന് നോക്കുമ്പോൾ നമ്മളിത് ഫിറ്റ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ വയറിൻ്റെ ഇൻസുലേഷനൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉറുമ്പിൻ്റെ പൊടികളുണ്ടല്ലോ, കൂട്ടുന്ന പൊടികൾ, വെള്ളപ്പൊടികൾ, അതൊക്കെയായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ പിന്നീട് അത് ഫിറ്റ് ചെയ്തത്. അപ്പോൾ ഓൾറെഡി നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിന് വേറെ വല്ല പരിഹാരമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കാരണം ഇതിന് മുന്നേ ഇതേ സ്ഥലത്ത് തന്നെ PC ബോർഡ് ഷോർട്ടായത് ഇതേ ഉറുമ്പിൻ്റെ കാരണം കൊണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ഉറുമ്പ് കടിച്ച് അല്ലെങ്കിൽ ഉറുമ്പ് കൂട്ടിയെന്ന് വെച്ച് നമുക്ക് നഷ്ടം വരുന്നത് ഏകദേശം 3000-ഓളം രൂപയായിരിക്കും. അതും കൂടി നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ആ PC ബോർഡ് എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. ഓരോ മോഡലിനനുസരിച്ചിട്ടാണ് ഓരോ PC ബോർഡ് വരുന്നത്. സാധാ പഴയ ഫ്രിഡ്ജ് പോലെയല്ല ഇപ്പോൾ ഉള്ളത്, എല്ലാം ഇൻവെർട്ടർ ഫ്രിഡ്ജാണ്. അതുകൊണ്ട് തന്നെ അതിന് ഓരോ ഡിസൈനിങ്ങിനാണ് തന്നെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ എപ്പോഴും നമ്മൾ ഫ്രിഡ്ജിൻ്റെ സൈഡ് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. ഞാനീ പറഞ്ഞ പോലെ ഉറുമ്പോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കൂട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ അതിനെ മാറ്റിയിട്ട് ആ ഏരിയ ക്ലീൻ ആക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഞാനീ പറഞ്ഞ പോലെ തന്നെ നമ്മൾ PC ബോർഡ് പോയാൽ ഏകദേശം നമുക്ക് ഞാനിപ്പോൾ ഈ പറഞ്ഞത് സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ PC ബോർഡാണ് ഏകദേശം 3000 രൂപ വന്നത്. ഡബിൾ ഡോർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിലും റേറ്റ് കൂടും. അപ്പോൾ ഇനി എപ്പോഴും നമ്മൾ ആ ഫ്രിഡ്ജിൻ്റെ ഏരിയ ശ്രദ്ധിക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.